ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എ വാക്ക് വിത്ത് ഹോക്കറാസ്. ഹോക്കറാസ് എന്ന ഞാൻ സ്വയം എന്നെ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ വ്ലോഗുകളിലേക്ക് കിടക്കുകയാണ്. എന്തായാലും എൻ്റെ ജീവിതം വളരെയധികം മാറിമറിയുന്ന, വളരെ പോസിറ്റീവായിട്ട് മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതിനൊരു ചാലഞ്ചായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വളരെ ചുരുക്കം ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ എൻ്റെ ചാലഞ്ചുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയിട്ട്. എത്ര ഏൺ ചെയ്യും എന്നതിനേക്കാൾ ഉപരി എത്ര ഞാൻ വിജ്ഞാനം എന്നുള്ളൊരു മേഖലയിലും അതേപോലെ തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റിസ്ക് മാനേജ്മെൻറ്റ് എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സെൽഫ് അസസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും. ഓരോ ദിവസവും ഞാൻ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നുണ്ട് എനിക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നീക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഓസ്കാർ യൂസ് കാർ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ്. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ മറ്റൊരു ബിസിനസ്സിലോട്ട് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ എൻറ്റയർലി റിസ്ക് എടുത്ത് മൈ ഓൺ റിസ്കിൽ ഞാൻ പോവാണ്. അപ്പോൾ ഇതിനെല്ലാം എവിടെ നിന്ന് ധൈര്യം ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്. ഓരോ സ്ഥാപനത്തിൽ നിന്നും എക്സ്പീരിയൻസ് നേടി ആ എക്സ്പീരിയൻസ് മാത്രമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫെയ്റ്റ് എന്നുള്ളൊരു ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മളൊന്നും കൂടി ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ നമ്മൾ ഫെയ്ത്ത് എന്നുള്ളൊരു കാര്യം ചേർക്കണം, വിശ്വാസം. നമ്മൾ വിശ്വസിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വം കൂടുതൽ കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഉത്തരവാദിത്തങ്ങളും കൂടും. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കൂടും. ഈവൻ സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ഗായ് അവർക്ക് അവരുടെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഡെയിലി ഫുൾ ടൈം ആയിട്ട് 8 മണിക്കൂറും 10 മണിക്കൂറൊക്കെ ലോഗിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മന്ത്ലി വരുന്ന അവർക്ക് ആവറേജ് ഡെയിലി വരുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ 1,200 അടുത്താണ്. അപ്പോൾ സ്വിഗ്ഗി ഡെലിവറി ഗായുടെ കേസ് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. കാരണം ആർക്കും എങ്ങനെയും ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റു പല മേഖലകളുണ്ട് അതിനേക്കാൾ കൂടുതൽ തരുന്നതും കുറച്ചും കൂടി ലീവറേജ് ഉള്ളതുമായിട്ടുള്ള ജോലികളുണ്ട്. നമുക്ക് എപ്പോഴും എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്ന കാലഘട്ടത്തിൻ്റെതായ ബിസിനസ്സുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു മേഖലയുടെയാണ്. ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ളൊരു ബിസിനസ്സാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വഴിയെ പറയാം. എന്തായാലും പിന്നെ നമ്മൾ ജീവിതത്തിൽ ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പോസിറ്റിവിറ്റി നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പല നിയമങ്ങളും പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ വൈബ്രേഷനാണ് നമ്മളെ കൂടുതൽ റേഡിയൻ്റ് ആക്കുന്നത്. നമ്മളെ കൂടുതൽ ഓരോ ദിവസം കഴിയും തോറും നമ്മളെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് അട്രാക്റ്റഡ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു തരത്തിൽ ഇപ്പോൾ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ചുറ്റുപാട് നിൽക്കുന്ന എല്ലാവരും പറയുന്നത്. എൻ്റെ കൂടെ ഉള്ളവർ അടക്കം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്കറിയാം. കാരണം പണ്ട് മുതലേ ഞാൻ എഫേർട്ട് എടുത്തിരുന്നു. ആ എഫേർട്ടിൻ്റെ ഒരു ഔട്ട്കം വരുന്നത് ഇപ്പോഴാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ട് എങ്കിലും ഇതൊരു പേഴ്സണൽ വ്ലോഗും അതേപോലെ തന്നെ ഞാൻ ഇനി യൂട്യൂബിൽ അറിയപ്പെടേണ്ട ഒരു സെലിബ്രിറ്റി ആകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും എൻ്റെ വീഡിയോസിന് ഇപ്പോൾ ഇത്തിരി ലെങ്ത് ആയാലും കുഴപ്പമില്ല എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലൊക്കെ പാടുന്നുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും അഭിപ്രായം. എനിക്കും അതേപോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ചെറിയ മൂളിപ്പാട്ടുകൾ, നമുക്ക് മ്യൂസിക് ഇല്ലാതെയൊക്കെ മൂളിപ്പാട്ടുകൾ പാടാമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു ചെറിയ മൂളിപ്പാട്ട് ഇന്ന് ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏത് വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അത് നോക്കട്ടെ ഏതാണെന്നുള്ളത്. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം തീർക്കുന്ന വരദാനേ, മാനസം തേങ്ങും റുക്കോയിലും പിന്നെ സുജൂദിലും, മന്നാനെ കണ്ണീരാണെൻ്റെ നിസ്കാരപ്പായലും, ഓരോരോ കാലടി ഖബറിലേക്കാണെന്നോർക്കാതെ. അപ്പോൾ ഈ വാക്കുകളെല്ലാം എനിക്ക് ബാധകമായിട്ടുള്ള വാക്കുകളാണ്. ഓരോരോ വാക്കും ഖബറടിയിലോട്ട് ഞാൻ കാത്തിരിക്കുന്ന എനിക്ക് ഇന്ന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ ഓർത്ത് പടച്ചവനോട് സ്തുതിച്ചുകൊണ്ട് ളുഹറിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പടച്ചവൻ തന്നാൽ അത് ഞാൻ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഫ്യൂച്ചർ കാഴ്ചപ്പാട്.
അതിനപ്പുറത്തേക്ക് ഒരു ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ഫ്യൂച്ചർ ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ളുഹർ വരെയാണ്. ളുഹർ കഴിയുമ്പോൾ അസർ വരെ, അസർ കഴിയുമ്പോൾ മഗ്‌രിബ് വരെ, മഗ്‌രിബ് കഴിയുമ്പോൾ ഇശാ വരെ, അത് കഴിയുമ്പോൾ തൊട്ടടുത്ത സുബിഹി വരെ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തോട്ട് പ്രോസസ്സ് ഫ്യൂച്ചറിനെ പറ്റി. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ എന്താ പറയുക, റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാനുഷിക പോസിറ്റിവിറ്റിക്കും സമാധാനത്തിനും അനുകൂലമായിട്ട് ഈ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരാളായി മാറണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാനൊരു കൃതിയും കൂടെ രചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉപജ്ഞാതാവും കൂടി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിധത്തിൽ എൻ്റെ ഭാഗത്തു നിന്നും നല്ല സുഖവും സൗഖ്യവും നല്ല ആരോഗ്യവും ആഫിയത്തോടും കൂടി ദീർഘായുസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും, വേദനകളുള്ളവർക്ക് വേദനകൾ കുറയട്ടെ എന്നും, അതേപോലെ നാവുകൾ കൊണ്ട് പ്രശ്നമുള്ളവർക്ക് നാവുകളെ സൂക്ഷിക്കാൻ പടച്ചവൻ അവർക്ക് ക്ഷമയും അനുഗ്രഹമൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.